സേ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സേവ് എ ഇയർ എന്നാണ്. ഇപ്രാവശ്യം എഴുതേണ്ട NIOS പോലെയുള്ള ഒരു 6 മാസം പഠിച്ചിട്ട് എഴുതാന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, 6 മാസം കൊണ്ട് പഠിക്കുന്നതാണോ അതോ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് +2 കിട്ടുന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണോ? നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് NIOSോ മറ്റുള്ള ഏതെങ്കിലും എടുത്തിട്ട് അങ്ങനെ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോർമൽ +2 അല്ലല്ലോ കിട്ടുന്നത്. നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കി. അല്ല, നിങ്ങൾ 1 മാസം കൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ, എടാ ഒന്ന് 1 മാസം കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ ഈ പറയുന്ന 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ നിങ്ങൾ ഒന്ന് മെനക്കെട്ടിട്ട് അല്ലെങ്കിൽ NIOS പോലെയുള്ളത് എടുക്കാം. അത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങൾ 2 വർഷം നിങ്ങളുടെ വീട്ടുകാരുടെ പൈസ ഇതൊക്കെ ചെലവാക്കിയിട്ട് 2 വർഷം പഠിച്ചില്ലേ? വീട്ടുകാരുടെ പൈസ എന്ന് പറഞ്ഞാൽ ഫീസൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങൾ ഗവൺമെന്റിൽ തന്നെ ആയിരിക്കാം. എന്നാൽ ഇപ്പോൾ ഒരു ബസ് ഫെയർ കാര്യങ്ങളെല്ലാം ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഒരു ചെറിയൊരു തുക നിങ്ങൾക്ക് വീട്ടുകാർ തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് മക്കളെ പറയുന്നത്, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് തന്നെയാണ്. സേവ് എ ഇയർ എന്ന് പറയുന്നതാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പഠിപ്പിക്കാനുള്ള ലാസ്റ്റ് ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോകും. അവസാന ബാച്ച്. ഇനി ഒരു ബാച്ച് നമ്മുടെ എജുപോർട്ടിൽ സേ എക്സാമിന് ഈ ഒരു വർഷത്തിൽ ഇല്ല. ഇത് അവസാനത്തെ ബാച്ചാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ 1 വർഷം നിങ്ങൾക്ക് വെറുതെ കളയണോ അതോ 1 വർഷം ഈസി ആയിട്ട് ലാഭിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് സാധാരണ കുട്ടികൾ, അതായത് +2 എക്സാം എഴുതി പാസ്സായ കുട്ടികൾ കോളേജിൽ പോകുന്ന അതേ കോളേജിൽ അതേ സീറ്റിൽ നിങ്ങൾക്ക് സീറ്റ് നേടിയിട്ട് പഠിക്കാൻ പോകണോ എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുക. ഇത് അവസാനത്തെ ചാൻസാണ്. ഇത് അവസാനത്തെ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇത് അവസാനത്തെ ബാച്ച് കൂടിയാണ്. അപ്പോൾ അവസാനത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് മക്കളെ. നിങ്ങൾക്ക് ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിലൂടെ കയറിയിട്ട് ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് അറിയാനൊന്നുമില്ല. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള പരിപാടികൾ എടുത്തോളൂ. ഒരു സബ്ജക്റ്റിന് 990 രൂപയാണ്. അതിന് നമ്മൾ തരുന്നത് ഫ്രീ 1 ഷോട്ട് സീരീസ് ആണ്. പിന്നെ മെന്റർഷിപ്പ് വരുന്നുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റുകളും ആ ചാപ്റ്ററിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നത്. ഫോക്കസ് ഏരിയകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സൂം ലൈവിലൂടെ കറക്റ്റ് പറഞ്ഞൊരു റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ, വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഡൗട്ടും ചോദിക്കാം. ഇത്ര വെറും 999 രൂപയ്ക്ക് ഇത്രത്തോളം ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് തരുന്നത്. നമുക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, നമ്മുടെ എജുപോർട്ടിലൂടെ പിള്ളേരെല്ലാവരും പാസ്സാവണം എന്നുള്ളതാണ്. ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കയറിക്കോളൂ. അതിൽ കയറിയിട്ട് ആ ലിങ്കൊക്കെ ക്ലിയർ ആയിട്ട് ഇപ്പം തന്നെ പേയ്മെൻറ്റ് നടത്തിക്കോളൂ മക്കളെ. നഷ്ടപ്പെടുത്തേണ്ട. നിങ്ങൾ ഈ NIOS ഒക്കെ പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ ഏകദേശം 12,000-14,000 രൂപയാണ് ഫീസ് വരുന്നത് തോന്നുന്നത്. പല ഏജൻറ്റുകളും പല ഫീസാണ് വാങ്ങുന്നത്. അതിനേക്കാളും നല്ല വെറും 990 രൂപ കൊടുത്തിട്ട് നമുക്ക് സേ എഴുതി അടിപൊളിയായിട്ട് പാസ്സായി പോയിക്കൂടാ. എന്തായാലും മക്കളെ സെറ്റാക്കാം.